നമസ്കാരം പ്രിയമുള്ളവരെ, ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തിയിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നു. കുന്നത്തൂർമേട് എന്ന് പറയുന്ന സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തന്റെ വോട്ട് സമ്മതിദാന അവകാശം വിനിയോഗിച്ചിരിക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ ആത്മവിശ്വാസത്തോടു കൂടി പത്രക്കാരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് അവരർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ പരമപുച്ഛത്തോടുകൂടി തന്നെ മറുപടി നൽകിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് ഇന്ന് പാലക്കാട് എത്തിയിരിക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നിമിഷമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും സംസാരത്തിലുമൊക്കെ വല്ലാത്ത ഒരു കോൺഫിഡൻറ്റ് കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യ ഘട്ടത്തിലൊക്കെ വല്ലാത്ത രീതിയിൽ മാനസികമായും ശാരീരികമായും തളർന്നിരുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല ഈ ഘട്ടത്തിൽ കാണുന്നത്. വാക്കുകളിലും പ്രവൃത്തികളിലും തികഞ്ഞ പക്വത പുലർത്തിക്കൊണ്ട് തന്നെ, ശരീരഭാഷയിൽ തികഞ്ഞ ആത്മവിശ്വാസം പുലർത്തിക്കൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് താൻ തിരിച്ചു വരുന്നു, തന്നെ എഴുതിത്തള്ളുവാൻ, തന്നെ ചവിട്ടിപ്പുറത്താക്കുവാൻ ആർക്കും കഴിയില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും പ്രിയ ഇളവള്ളി മഠത്തെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ കുത്തിയും കുനിഞ്ഞുമൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും വളരെ കൃത്യമായ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്. കോടതിയുടെ സമക്ഷം ഉള്ള ഒരു വിഷയം, അതിൽ തൻ്റെ ഭാഗം താൻ കോടതിയോട് വിശദീകരിക്കും, വാദിഭാഗവും അങ്ങനെ തന്നെ വിശദീകരിക്കും. നീതിയും നിയമവും, ആരാണ് പ്രതി, ആരാണ് കുറ്റവാളി, താൻ നിരപരാധിയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്, പത്രക്കാരല്ല. പലതും കുത്തിത്തിരിച്ച് അന്തിവാർത്തകൾ ഉണ്ടാകുന്ന പത്രക്കാരും ചാനലുകളുമല്ല എന്ന വ്യക്തമായ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സംഭാഷണത്തിലൂടെ മാധ്യമങ്ങൾക്ക് പകർന്നു നൽകുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു സപ്പോർട്ട്, പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. കാരണം വളരെ വ്യക്തമായ ആസൂത്രണത്തോടു കൂടിയാണ് അവസാന നിമിഷം, പോളിംഗ് അവസാനിക്കുന്ന നിമിഷങ്ങളിൽ അദ്ദേഹം അവിടെ എത്തുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും. പ്രത്യേകിച്ചും KSUവിൻ്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ചിലർ അദ്ദേഹത്തോട് ഉണ്ടായിരുന്നതായി വ്യക്തമാകുന്നു, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നതായി വ്യക്തമാകുന്നുണ്ട്. DYFIക്കാരും BJP പ്രവർത്തകരുമൊക്കെ പ്രതിഷേധ സ്വരം ഉയർത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത്രനാൾ കഴിഞ്ഞ 15 ദിവസം അദ്ദേഹത്തെ പിടികൂടുവാൻ പിറകെ നടന്ന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന പോലീസ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന ഒരു വേളയായിരുന്നു ഇത്. നമ്മൾ സിനിമയിലേക്ക് പറയുന്നത് പോലെ തല്ലിയ കൈകൾ കൊണ്ടുകൊണ്ട് തന്നെ സല്യൂട്ട് അടിപ്പിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഇത്രനാൾ തന്നെ തേടി നടന്ന പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണമൊരുക്കി. ആ സംരക്ഷണ കവചത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും കോൺഗ്രസിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വരവായിരുന്നിട്ടില്ല ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടിട്ടാൽ, അവസാന നിമിഷം വന്ന് വോട്ടിട്ടാൽ അത് ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം പ്രതിഫലനം ഉണ്ടാക്കും, ആ പ്രതിഫലനം ഒരുപക്ഷെ പ്രതികൂലമായിരിക്കുമോ എന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ പാലക്കാടത്തെ പ്രാദേശിക നേതൃത്വവും അവിടുത്തെ പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ വ്യക്തമാകുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ആസൂത്രിത സ്വഭാവത്തോടു കൂടി വോട്ടെടുപ്പ് തീരുന്നതിൻ്റെ അവസാന നിമിഷം വന്നെത്തി കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുകയും തുടർന്ന് അദ്ദേഹം അടുത്തുള്ള ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വീഡിയോയും ഒക്കെ ഇപ്പോൾ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും വേട്ടയാടപ്പെട്ട ഒരു വ്യക്തിയാണ് താൻ എന്ന ഒരു ധാരണ ജനങ്ങൾക്കിടയിലേക്ക് പകർന്നു കൊടുക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ അവസരത്തിൽ പോലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് പിന്നിൽ വരുന്ന കമൻറ്റുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഒരുപക്ഷെ BJPയുടെയും CPMൻ്റെയും ഒത്തുകളിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ കുടുക്കിയത് എന്ന രീതിയിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട് മുനിസിപ്പാലിറ്റി, അത് BJPയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമായിരുന്നു, ആത്മാഭിമാന പോരാട്ടമായിരുന്നു. അത് കോൺഗ്രസ് തിരികെ പിടിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്, അവിടെ ആസൂത്രിതമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഈ കേസ്, ഈ പീഡന കേസ് ഒരിക്കൽ കൂടി പൊങ്ങി വരികയും രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നത്. അതോടുകൂടി കോൺഗ്രസിന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു അപ്രമാദിത്യം, പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരു അപ്രമാദിത്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അവരുടെ MLAയുടെ ബലത്തിലാണ് കോൺഗ്രസ് മിക്കപ്പോഴും അവിടെ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നത്. നേരത്തെ തന്നെ അവിടെ ഒരു വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടുത്തെ BJP സ്ഥാനാർത്ഥി വന്ന് പിന്മാറണം എന്ന് നേരിട്ട് വീട്ടിൽ വന്ന് കണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ടായി. ആ സ്ഥാനാർത്ഥിയെ, BJP സ്ഥാനാർത്ഥിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ച് നിങ്ങൾ അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പിന്മാറുവാൻ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് താൻ പ്ലംബിങ്ങിന് വിളിക്കുവാനാണ് വന്നത്. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരു പ്ലംബർ തൊഴിലാളിയായിരുന്നു, അയാളെ പ്ലംബിങ്ങിന് വിളിക്കുവാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു പോകുന്ന കുറേ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ മീഡിയകൾ സംപ്രേഷണം ചെയ്തതാണ്. അതായത് കണ്ണാടി പോലെയുള്ള പ്രദേശങ്ങളിൽ, BJPക്ക് ശക്തമായ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസും LDFും ഒക്കെ സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ പ്രയാസപ്പെടുന്ന കണ്ണകി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന്
രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശ്രമം വിജയിച്ചിട്ടുണ്ട്. അത് പാലക്കാട് ഒരു വലിയൊരളവ് പോലെ ബി ജെ പിക്ക് തിരിച്ചടിയാകുമായിരുന്നു എന്നൊരു തിരിച്ചറിവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ കടുപ്പിക്കുവാൻ ബി ജെ പിയെയും ഒപ്പം സി പി എമ്മിനെയും പ്രേരിപ്പിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന നിമിഷം തിരഞ്ഞെടുപ്പ് ഖോദയിലേക്ക് ഇറങ്ങുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി, പത്രലേഖകർക്ക് മറുപടി കൊടുത്തു. അവർ അർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ അവരുടെ ചോദ്യങ്ങളെ പുച്ഛിച്ച് നൽകി. പക്ഷെ അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുവാൻ, കേരള രാഷ്ട്രീയത്തിൽ തൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കുവാൻ ആർക്കും കഴിയില്ല എന്ന വ്യക്തമായൊരു സന്ദേശം അദ്ദേഹം തൻ്റെ സ്വന്തം പാർട്ടിക്കാർക്ക് കൂടി പകർന്നു നൽകുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ പാലക്കാട് സജീവമായിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഇനി ഈ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ പ്രതിരോധത്തിലാക്കും എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു ചോദ്യം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി പരീക്ഷിക്കുവാൻ കോൺഗ്രസ് തയ്യാറായേക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമോ, അദ്ദേഹം കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല എങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നിൽക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ് എന്ന വലിയ വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട്. സണ്ണി ജോസഫ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, KPCC പ്രസിഡന്റ്, അദ്ദേഹം വലിയ നിയമജ്ഞൻ കൂടിയാണ്. വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു സഹായം, ഉപദേശവും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയേക്കാം. ഷാഫിയുടെ മാനസിക പിന്തുണ, പരോക്ഷമായ പിന്തുണ ഒക്കെ കിട്ടിയേക്കാം എന്ന നിഗമനങ്ങൾ മാധ്യമങ്ങൾ നിറയുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരുപക്ഷെ വിട്ടുകളയാൻ കോൺഗ്രസ് സംബന്ധിച്ച് പ്രയാസകരമായിരിക്കും. കാരണം കോൺഗ്രസ്സിന് ഇത്രത്തോളം ക്രൗഡ് പുള്ളറായ ഒരു യുവജന നേതാവ്, അല്ലെങ്കിൽ ഇത്രത്തോളം ക്രൗഡ് പുള്ളറായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ അടുത്ത സമയത്തൊന്നും ഷാഫിക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു നിറസാന്നിധ്യമായി നിലനിൽക്കുവാനുള്ള സാധ്യതകൾ തന്നെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ കോലാഹലങ്ങളൊക്കെ കഴിയുമ്പോൾ കോടതി അദ്ദേഹത്തെ നിരപരാധിയാണ് എന്ന് വിധിക്കുന്ന പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തപ്പെടുവാനുള്ള സാധ്യതകൾ തന്നെയാണ്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെയൊക്കെ കടുംപിടുത്തം ഉണ്ടായാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കെയർ ചെയ്യുന്ന, അദ്ദേഹത്തെ ചേർത്തു പിടിക്കുന്ന സമീപനവുമായി കോൺഗ്രസ് മുന്നോട്ട് പോയേക്കാം എന്ന നിഗമനം തന്നെ നടത്തപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ സ്വതന്ത്രനായി പാലക്കാട് മത്സരിക്കുവാനുള്ള സാധ്യതകളും മാധ്യമങ്ങൾ തള്ളിക്കളയുന്നില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വരുന്നു എന്ന കാര്യം വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ 10-15 ദിവസം തന്നെ തേടി നടന്ന പോലീസുകാർ തന്നെ തനിക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വോട്ടിടുവാൻ വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് അദ്ദേഹത്തിൻ്റെ അണികൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.